ചരിത്രത്തിൽ രാഷ്ട്രീയമുണ്ട്. അത് കാണുന്നയാളുടെ രാഷ്ട്രീയമാണ്. ചരിത്രത്തിൽ മതമുണ്ട്. അതിന് കാണുന്നയാളുടെ മതനിലപാടുമായി ബന്ധമുണ്ട്. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്. കാണുന്നവർക്ക് അത് സ്വന്തം നിലപാടുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കാം. വള്ളുവങ്ങാട് താലൂക്ക് നെല്ലിക്കുത്തംശം ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജി മകൻ കുഞ്ഞഹമ്മദ് ഹാജി വാര്യൻകുന്നിലിരുന്ന് പട നയിച്ചതോടെ വാര്യൻകുന്നനായി. ഇപ്പറഞ്ഞ രണ്ടുവരി ഒരാളും എതിർക്കില്ല. ഇതിനപ്പുറത്തേക്ക് പറയാൻ തുടങ്ങുമ്പോഴേക്ക് കാഴ്ചപ്പാടുകൾ മാറിത്തുടങ്ങും. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. അതാണ് ചരിത്രത്തിന്റെ കാവ്യനീതി. തുടങ്ങണം. വാര്യൻകുന്നനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള ഏറനാട്ടിൽ നിന്ന്. IV ശശിയും T ദാമോദരനും മലയാള സിനിമയിലെ വലിയ ആൾക്കൂട്ടവും ചേർന്നു പറഞ്ഞ കഥയിലെ കാലത്തിനു മുൻപ് നിന്ന്. 1921 തുടക്കം. വാഗൺ ദുരന്തം ഉണ്ടാക്കുന്നതിന് 3/4 നൂറ്റാണ്ട് മുൻപ് തന്നെ കഥ തുടങ്ങുകയാണ്. പാണ്ടിക്കാട് ലഹളയിൽ നിന്ന്. കണ്ടില്ലേ വാര്യൻകുന്നന്റെ ചരിത്രം. പ്രൊഫസർ കോൺറാഡ് വുഡ് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയപ്പോൾ ഇട്ട തലക്കെട്ട് ദ മാപ്പിള റിബല്യൻ ആൻഡ് ഇറ്റ്സ് ജെനിസിസ്. ഇനി ഇത് കണ്ടോ? കോൺറാഡ് വുഡിന്റെ അതേ പുസ്തകം ദേശാഭിമാനി ലേഖകനായിരുന്ന TVK മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത്. തലക്കെട്ട് മലബാർ കലാപം അടിവേരുകൾ എന്ന്. കോൺറാഡ് വുഡ് എഴുതിയ മാപ്പിള റിബല്യൻ മലയാളത്തിലാക്കിയാൽ മാപ്പിള കലാപം ആകണം, അല്ലെങ്കിൽ മാപ്പിള ലഹള. മാപ്പിള റിബല്യൻ എന്ന പേരിട്ടതിൽ തെളിഞ്ഞു നിൽക്കുന്നത് കോൺറാഡ് വുഡിന്റെ കാഴ്ചപ്പാടാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടേയിരുന്ന അതേ രാഷ്ട്രീയം, അതിനെ മലബാർ കലാപം എന്ന് പരിഭാഷപ്പെടുത്തിയതിൽ നിറഞ്ഞു നിൽക്കുന്നത് TVKയുടെ നിലപാടും. ഇതാണ് തർജ്ജമയിൽ തന്നെ ഭാഷയും ഭാവവും മാറിപ്പോകുന്ന ചരിത്രം. ഈ പുസ്തകങ്ങൾ തിരിച്ചും മറിച്ചും പറഞ്ഞാണ് വാര്യൻകുന്നന്റെ പേരിൽ നമ്മൾ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇന്നും വാരിക്കുന്തങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏറനാട്. ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടു വഴിക്കാക്കി ഇന്ത്യ ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പഠനക്കളരി. അന്ന് ബ്രിട്ടീഷുകാർ വിതച്ചുപോയ അതേ വിത്തുകൾ മുളപൊട്ടിയാണ് 99 ആണ്ടിനു ശേഷവും നമ്മുടെ വാക്കലാപങ്ങൾ ഉണ്ടാകുന്നത്. ചോദ്യം 1. വാര്യൻകുന്നൻ സ്വന്തം രാജ്യം പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചു. ഉറുദുവിൽ പ്രവിശ്യ എന്നർത്ഥം വരുന്ന ദൗലയാണ് സ്ഥാപിച്ചത്. പിന്നീട് ആ ദൗല പല പേരുകളിൽ അറിയപ്പെട്ടു. അതിൽ ഒന്നാണ് മലയാള രാജ്യം.
അതിനെ മാപ്പിള രാജ്യമെന്ന് ബ്രിട്ടീഷ് പട്ടാളവും വിളിച്ചു. ചോദ്യം 2. വാര്യൻകുന്നന്റെ രാജ്യത്തിൽ ഇസ്ലാമിക നിയമം ആയിരുന്നോ? കോഴിക്കോട് സ്പെഷ്യൽ ജഡ്ജിയുടെ കോടതിയിൽ കേസ് നമ്പർ 128/1922 ബ്രിട്ടീഷുകാർ സമർപ്പിച്ച കുറ്റപത്രം. അതിൽ വാര്യൻകുന്നൻ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു എന്നാണ് പ്രധാന കുറ്റമായി പറയുന്നത്. ചോദ്യം 3. ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു എന്നതിന് തെളിവായി ബ്രിട്ടീഷുകാർ കോടതിയിൽ എന്തൊക്കെ ഹാജരാക്കി? തെളിവ് 1. വെള്ളിയാഴ്ചകളിൽ വയലിൽ ജോലി ചെയ്യുന്നത് വിലക്കി കുഞ്ഞഹമ്മദ് ഹാജി ഉത്തരവിട്ടു. തെളിവ് 2. പട്ടാളക്കാർക്ക് മുട്ട കൊടുത്ത ചരുവാരത്ത് മൊയ്തീൻകുട്ടി ഹാജിയെ വാര്യൻകുന്നൻ വിചാരണ ചെയ്തു. മുട്ട കൊടുത്തു എന്ന് മൊയ്തീൻകുട്ടി സമ്മതിച്ചപ്പോൾ ഖുർആൻ മറിച്ചു നോക്കിയ ശേഷം 20 അടി കൊടുക്കാൻ ഉത്തരവിട്ടു. ഖിലാഫത്ത് നിയമം നടപ്പാക്കാനാണ് വാര്യൻകുന്നൻ ശ്രമിച്ചത് എന്ന് വെട്ടാൻ ഉത്തരവിട്ട വാര്യൻകുന്നന് ഒരിക്കലും കൊള്ളക്കാരനാകാൻ കഴിയില്ല. പക്ഷേ ആ ശിക്ഷാവിധിയുടെ രാഷ്ട്രീയം ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. കൈവെട്ടാൻ വാര്യൻകുന്നൻ ഉത്തരവിട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1923 ജൂലൈ 4 തലശ്ശേരി കോടതി രേഖകളിലാണ്. 2010 ജൂലൈ 4 പ്രൊഫസർ TJ ജോസഫ് എന്ന മലയാളം അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത കാട്ടുനീതിയാണ് ഇതിനോട് ചേർത്തുവെച്ച് വിചാരണ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടാനുള്ളതല്ല ചരിത്രം എന്നതാണ് ആദ്യ പാഠം. അന്നത്തെ ശരികൾ അന്നത്തെ മാത്രം ശരികളാണ്. അന്നത്തെ തെറ്റുകൾ ഇന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള പാഠഭാഗങ്ങൾ. അന്നത്തെ ശരി തെറ്റുകളെ ഇന്നത്തെ നിയമസംഹിതയിൽ വിചാരണ ചെയ്യുമ്പോഴാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ കലാപം ഉണ്ടാക്കാം എന്ന് ഇന്ത്യയിൽ കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആ ചരിത്രമാണ് 1843 ഡിസംബറിലെ പാണ്ടിക്കാട് ലഹളയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന 1857 14 വർഷം മുൻപ്. വള്ളുവനാട് തഹസീൽദാർക്ക് 1843 ലഹളത്തലവൻ അത്തൻ കുരിക്കൽ എഴുതിയ കത്ത് ഇങ്ങനെ: അധികാരിമാരും ജന്മിമാരും ഈ വിധത്തിൽ ഞങ്ങളോട് പെരുമാറുമ്പോൾ ഞങ്ങൾക്ക് അടങ്ങി ഒതുങ്ങിക്കഴിയുക അസാധ്യമാണ്. കുടിയൊഴിപ്പിക്കലുകൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഇറക്കിയ ഉത്തരവുകളായിരുന്നു മലബാറിലെ കലാപങ്ങളുടെ തീപ്പൊരി. ആ ഉത്തരവ് നടപ്പാക്കിയ പട്ടാളക്കാരാണ് എരുതിയിലേക്ക് എണ്ണ പകർന്നത്. ഭൂമിയുടെ പുതിയ അധികാരികളും കുടിയിറക്കപ്പെട്ടവരുടെ ശത്രുപക്ഷത്തായി. അതൊരു ഹിന്ദു മുസ്ലിം പോരാട്ടമായി വരച്ചിട്ട് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യാതെ തന്നെ ജയിച്ചുകൊണ്ടിരുന്നു. 1947 രാഷ്ട്രവിഭജനത്തിന് 150 വർഷം മുമ്പ് തന്നെ മലബാറിൽ വിഭജനത്തിനുള്ള വരമ്പു വെച്ചു. ആയിരത്തി 1799 ശ്രീരംഗപട്ടണം. 2 നൂറ്റാണ്ടിന് ശേഷവും ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങളുടെ വിത്ത് അവിടെയാണ് വിതയ്ക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ വീണു. ഹൈദർ അലിയും പിന്നെ ടിപ്പുവും ഭരിച്ച ഭൂമിയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിലായി. മലബാറിലെ മുസൽമാന്മാരായ ഭൂവുടമകളിൽ ബഹുഭൂരിപക്ഷവും കുടിയൊഴിക്കപ്പെട്ടു. അന്നേ തുടങ്ങിയ പ്രതിഷേധത്തെയാണ് 1 നൂറ്റാണ്ടിനു ശേഷം ആലി മുസ്ലിയാരും ചെമ്പ്രശ്ശേരി തങ്ങളും കുഞ്ഞു മുഹമ്മദ് ഹാജിയും ഏറ്റെടുത്തത്. അവർക്ക് മുന്നേ കൊല്ലപ്പെട്ടവരും നാടുകടത്തപ്പെട്ടവരുമായി നിരവധി പേർ. അതിൽ ഒരാൾ മാത്രമാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വീര്യവും വിപ്ലവവും പിന്നെ വിരോധവും സമാസമം സമ്മേളിച്ച നായകൻ. സംശയം ഇനിയും തീരാത്തവർക്കായി: 1. കുഞ്ഞഹമ്മദ് ഹാജി വളർന്നത് മക്കയിലാണ്. 5 വയസ്സുവരെ മക്കയിലായിരുന്നു. 2. വാര്യൻകുന്നന്റെ പിതാവ് ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയെ ബ്രിട്ടീഷുകാർ നാടുകടത്തി. ബ്രിട്ടീഷ് രാജിൽ പ്രതിഷേധിച്ചതിനും കർഷകരെ സംഘടിപ്പിച്ചതിനും മൊയ്തീൻകുട്ടി ഹാജി നാട് കടത്തപ്പെട്ടു. 3. വാര്യൻകുന്നന് കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മലബാറിലെ മുന്നണി പോരാളിയായിരുന്നു വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഓട്ടോമൻ സുൽത്താനെ പുറത്താക്കാനുള്ള ബ്രിട്ടീഷ് നീക്കത്തിനെതിരെ
ഇന്ത്യയിൽ അലയടിച്ച ആ വികാരത്തിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. മുസ്ലിങ്ങൾക്കായി വേണമെങ്കിൽ മരിക്കാനും ഹിന്ദുക്കൾ തയ്യാറാകണം എന്നായിരുന്നു ഗാന്ധിജിയുടെ ആ പ്രഖ്യാപനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണച്ച ആ സമരത്തിന്റെ കൂടി ഭാഗമായിരുന്നു വാരിയൻ കുന്നൻ. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഇസ്ലാമിക സേന എത്രമാത്രം ശരിയായിരുന്നു? ഈ ചോദ്യത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടത് ബ്രിട്ടീഷുകാർ കൂടിയാണ്. ബ്രിട്ടീഷ് ലോ കമ്മീഷണർ MR കാപ്പ് കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു സേന രൂപീകരിച്ചു, ഹിന്ദു പൗരസേന. 800 പേരായിരുന്നു അംഗങ്ങൾ. മലബാറിലെ മുസ്ലിങ്ങളെ നേരിടുകയായിരുന്നു ദൗത്യം. കഥ അവിടെ തീർന്നില്ല. തൊട്ടു പിന്നാലെ മലബാർ ടെറിട്ടോറിയൽ ആർമി ഉണ്ടാക്കി. അതിൽ 4 കമ്പനികൾ, നായന്മാരുടെ 2 കമ്പനി പട്ടാളവും തീയന്മാരുടെ 2 കമ്പനി പട്ടാളവും. കൂടാതെ ക്രിസ്ത്യാനികളുടെ ഒരു പ്ലാറ്റൂണും. പരസ്പരം കൂട്ടിത്തൊടാതെ ജാത്യാലുള്ള അകലം പാലിച്ച് സൃഷ്ടിച്ച ചാവേർ കൂട്ടങ്ങൾ. പച്ചയ്ക്ക് മതം പറഞ്ഞ് പരസ്പരം ആയുധം കൊടുത്തുവിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ കൊലകളുടെ പേരിൽ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കലഹങ്ങളെല്ലാം. മൂന്ന് ചോദ്യങ്ങൾ കൂടി. 1. കലാപം നിർത്തണമെന്ന് കോൺഗ്രസ് കുഞ്ഞഹമ്മദ് ഹാജിയോട് ആവശ്യപ്പെട്ടോ? അക്രമത്തിലേക്ക് നീങ്ങുന്നതായി അറിഞ്ഞ് കോൺഗ്രസിന്റെയും ഹോം ലീഗിന്റെയും സെക്രട്ടറിയായിരുന്ന KP കേശവമേനോൻ നേരിട്ടെത്തി. തിരൂരങ്ങാടിയിൽ സംഘടിച്ചു നിന്നവരോട് കലാപം ഉണ്ടാകരുതെന്നാണ് ഗാന്ധിജിയുടെ നിർദ്ദേശമെന്ന് അറിയിച്ചു. 1921 ഓഗസ്റ്റ് 31 കലാപകാരികൾ ഏറനാട്ടേക്ക് നീങ്ങുന്നതായി അറിഞ്ഞതോടെ ഖിലാഫത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാനെ ഏറനാട്ടേക്ക് അയച്ചു. കേശവമേനോൻ നേരിട്ട് തിരൂരങ്ങാടിയിലും കൊണ്ടോട്ടിയിലുമെത്തി. കേശവമേനോൻ മടങ്ങി 3-ാം ദിവസമായിരുന്നു വലിയ കലാപം. ആരൊക്കെ കൊല്ലപ്പെട്ടു? കൊല്ലപ്പെട്ടവരും പരുക്കേറ്റവരുമായുള്ളത് 4000-ഓളം സമരഭടന്മാർ. 169 പട്ടാളക്കാർക്ക് പരുക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. 352 വീടുകൾക്ക് തീവച്ചു. സമരത്തിൽ പങ്കെടുക്കാത്തവരും പട്ടാളക്കാരുമല്ലാത്ത 452 പേരും കൊല്ലപ്പെട്ടു. ജന്മിമാരും അവരുടെ കുടുംബാംഗങ്ങളും സഹായികളുമായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ട 452 പേർ. 20,000 പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കേരളം മുൻപോ ശേഷമോ നേരിട്ടിട്ടില്ലാത്ത സ്ഥിതിവിശേഷം. കലാപം നേരിടാൻ വേട്ടപ്പട്ടികളെയും പടക്കുതിരകളെയും ബ്രിട്ടീഷുകാർ മലബാറിൽ നേരത്തെ തന്നെ എത്തിച്ചു. തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ റെയ്ഡാണ് കലാപത്തിന്റെ തുടക്കം. തൊട്ടുപിന്നാലെ മമ്പ്രംപള്ളി ബ്രിട്ടീഷ് സൈന്യം ആക്രമിച്ചുവെന്ന വാർത്ത പ്രചരിക്കപ്പെട്ടു. ഖിലാഫത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാനും നേതാക്കളായ മൊയ്തീൻ കോയയും K മൊയ്തു മുസലിയാരും അപകടം തിരിച്ചറിഞ്ഞു. അവർ ആദ്യം ചെയ്തത് സമാധാന ദൗത്യമായിരുന്നു. KPCCയുടെ ആദ്യ സെക്രട്ടറിയും മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് എഡിറ്ററുമായ സാക്ഷാൽ K മാധവൻ നായരായിരുന്നു സമാധാന സന്ദേശവുമായി എത്തിയത്. മമ്പ്രംപള്ളി ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത കള്ളമാണെന്നും പോലീസ് സ്റ്റേഷൻ ആക്രമണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ലെന്നും മാധവൻ നായർ പ്രസംഗിച്ചു. പക്ഷേ കോൺഗ്രസ് അയച്ച ദൗത്യ സംഘത്തിൽ മാധവൻ നായർ ഉൾപ്പെടെ ആരും ഏറനാട്ടുകാർ ആയിരുന്നില്ല. അവർ പറഞ്ഞതൊന്നും ആയുധമേന്തിയവർ വിശ്വസിച്ചില്ല. കലാപം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹായരായി നോക്കി നിന്നു. അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആലി മുസ്ലിയാരും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും പാലക്കാംതോട് ഔവക്കർ മുസ്ലിയാരും ആഹ്വാനം നൽകിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്കുള്ള 2 പാലങ്ങൾ പൊളിച്ച് കലാപകാരികൾ ഏറനാടിനെ ഒരു സ്വതന്ത്ര തുരുത്താക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. കലാപകാരികളുടെ ആദ്യ തിരിച്ചടി തിരൂർ കോടതിയിലായിരുന്നു.
ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരുടെയും തോക്ക് പിടിച്ചെടുത്താണ് മുന്നേറ്റം തുടങ്ങിയത്. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്കുള്ള 2 പാലങ്ങൾ പൊളിച്ചാണ് കലാപകാരികൾ പൂക്കോട്ടൂരിൽ തമ്പടിച്ചത്. പതിനായിരം പേരെന്നാണ് ഹിച്ച്കോക്കിന്റെ വിവരണം. 7000 വരുമെന്ന് കോൺറാഡ് വുഡും. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവിൽ ഒറ്റ രാത്രി കൊണ്ട് പുതിയ പാലം പണിത് പട്ടാളം പൂക്കോട്ടൂരിലേക്ക് കയറി. തോക്കുകൾ തുരുതുരെ നിറയൊഴിച്ചു. മറുപടി വാരിക്കുന്തങ്ങൾ കൊണ്ടായിരുന്നു. അരിവാളും വാക്കത്തിയും മഴുവും മാത്രം ആയുധമായി ഉണ്ടായിരുന്നവർ നെഞ്ചു പിളർന്നു വീണു. കൊല്ലപ്പെട്ടത് 260 പേരെന്ന് കോൺറാഡ് വുഡ്. തിരൂരങ്ങാടിയിലും പൂക്കോട്ടൂരും മാത്രമായി കൊല്ലപ്പെട്ടത് 600ഓളം സമരഭടന്മാർ. ഓഗസ്റ്റ് 30-നായിരുന്നു അന്തിമ യുദ്ധം. പട്ടാളം തിരൂരങ്ങാടി പള്ളി വളഞ്ഞു. ആലി മുസ്ലിയാരും സംഘവും പള്ളിയിലായിരുന്നു. 4 മണിക്കൂർ തുടർച്ചയായ വെടിവെപ്പിനൊടുവിൽ ആലി മുസ്ലിയാർ പിടിയിലായി. ഒപ്പം 100 കണക്കിന് ആളുകളും കസ്റ്റഡിയിലായി. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. പിടിയിലായവരുമായി നവംബർ 17-ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടി പുറപ്പെട്ടു. ഒരു വാഗണിൽ കുത്തി നിറച്ചത് 200 പേരെ. കാറ്റുകയറാതെ മുഴുവൻ വാതിലുകളും അടച്ചു. വെള്ളവും ശ്വാസവും കിട്ടാതെ 200ഓളം പേർ ഒറ്റ വാഗണിൽ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്ന്. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷന് മുന്നിൽ ഷൊർണൂർ ഗുഡ്സ് സൂപ്പർവൈസർ KV രാമയ്യർ നൽകിയ മൊഴി ഇങ്ങനെ: ട്രെയിൻ വളരെ സാവധാനമാണ് കടന്നുപോയത്. വാഗണിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളിയും ആക്രോശങ്ങളും കേൾക്കാമായിരുന്നു. ട്രെയിൻ ഷൊർണൂരിൽ വേഗം കുറച്ചു. നിലവിളി ശബ്ദമുയർന്ന വാഗണിലേക്ക് പട്ടാളക്കാർ കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു. ജീവൻ നഷ്ടപ്പെടാതിരുന്നവരിൽ ഒരാളായ കാളിക്കാത്തൊടി കോയക്കുട്ടി തങ്ങൾ നൽകിയ മൊഴി ഇങ്ങനെ: തിരൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിലവിളി തുടങ്ങിയിരുന്നു. ശ്വാസം കിട്ടാതായതോടെ എല്ലാവരും പരസ്പരം കടിച്ചു കീറി. ചിലർ മറ്റുള്ളവരുടെ കഴുത്തിൽ ചവിട്ടി. കോയമ്പത്തൂർക്ക് പുറപ്പെട്ട ട്രെയിൻ പോതമേടിലെത്തിയപ്പോൾ തന്നെ പട്ടാളക്കാർ നിർത്തി. വാഗണുകൾ തുറന്ന് 70ഓളം പേരുടെ ജഡം പുറത്തിട്ടു. പിടികൂടി കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ സമരനായകൻ ആലി മുസ്ലിയാരെ ബ്രിട്ടീഷ് പട്ടാളം തൂക്കിക്കൊന്നു. 1922 ഫെബ്രുവരി 17. അടുത്ത കലാപത്തിന് ആളെ കൂട്ടുന്നതിനിടെ കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും പിടിയിലായി. പട്ടാളം തന്നെ വിധി തീരുമാനിച്ചു. കസേരയിലിരിക്കുമ്പോൾ വെടിവെച്ചു കൊന്നു. ചരിത്രം പഠിക്കാൻ മാത്രമുള്ളതാണ്, ആവർത്തിക്കാനുള്ളതല്ല.